അലൈക്കും വറഹ്മത്തുള്ളാഹി. പാഠം 2 സിഫാത്തുൽ ഹുറൂഫ്, ഹർഫുകളുടെ സിഫത്തുകൾ അഥവാ അക്ഷരങ്ങളുടെ സിഫത്തുകൾ. 1-2 വരികളിൽ സിഫത്തുകൾ എന്താണ് എന്നാണ് പറയുന്നത്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് അഥവാ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ചോദ്യം എന്താണ്? സിഫത്തുകൾ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്? സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിഫത്തുകൾ വേർതിരിയുന്നത് എങ്ങനെ? ഒരേ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത്. ഒരേ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ എങ്ങനെ വേർതിരിയുന്നു? സിഫത്തുകൾ കൊണ്ട് വേർതിരിയുന്നു. ഇനി അടുത്തവർ വായിക്കാം. ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും എപ്പോൾ? അതിനുത്തരമാണ് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഒരേ മഖ്റജിൽ നിന്നാണ് തോവും താവും ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ സ്വാദും സീനും പുറപ്പെടുന്നത്. സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത്. 5, 6, 7 സിഫത്തുകളുള്ള ഹർഫുകൾ ഉണ്ട്. 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. ഈ പാരഗ്രാഫിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. തോവും താവും പുറപ്പെടുന്നു ഇവിടെ ഒരേ മഖ്റജിൽ നിന്ന്. സ്വാദും സീനും പുറപ്പെടുന്നു എവിടെ നിന്ന്? ഒരേ മഖ്റജുകളിൽ നിന്ന്. ഇവ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സിഫത്തുകൾ കൊണ്ടാണ്. തോവും താവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിഫത്തുകൾ കൊണ്ടാണ്. അതുപോലെ സ്വാദും സീനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിഫത്തുകൾ കൊണ്ടാണ്. 5, 6, 7 സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. ഒരു ഹർഫിന് 5, 6, 7 സിഫത്തുകൾ വരെ ഉണ്ടാവാം. 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ആയ സിഫത്തുകൾ ഇല്ല. അപ്പോൾ ചുരുങ്ങിയത് ഒരു അക്ഷരത്തിന് 5 സിഫത്ത് ഉണ്ടായിരിക്കും. 7-ൽ കൂടുതലുള്ള സിഫത്ത് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ 5, ചില അക്ഷരങ്ങൾക്ക് 5 സിഫത്ത്, ചില അക്ഷരങ്ങൾക്ക് 6 സിഫത്ത്, ചില അക്ഷരങ്ങൾക്ക് 7 സിഫത്ത്. ഇനി സിഫത്തുകൾ വിശദമായിട്ട് അടുത്ത പാഠത്തിലും 3-ാമത്തെ പാഠത്തിലും പറയുന്നുണ്ട്. അവിടെ നമുക്ക് വിശദീകരിക്കാം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1, സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് അഥവാ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. 2, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത്? സിഫത്തുകൾ പാലിക്കണം. 3-ാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരം കാണാം. സിഫത്തുകൾ പാലിക്കണം. 3, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട്? സിഫത്തുകൾ കൊണ്ടാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. അത് അവസാനത്തെ പാരഗ്രാഫിൽ 2-ാമത്തെ വരി കാണാം. ഇനി വ്യക്തമാക്കാം.
ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര? 5. അത് 5-ാമത്തെ പാരഗ്രാഫില് അവസാനത്തെ വരിയിലുണ്ട്. 2. ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉണ്ടാകും? 7 അഥവാ 7. അതും 5-ാമത്തെ ലാസ്റ്റത്തെ പാരഗ്രാഫില് ലാസ്റ്റത്തെ വരിയിലുണ്ട്. പൂർത്തിയാക്കാം. ചില സിഫത്തുകൾ ഡാഷ് വരികയും ചെയ്യും. ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5-ൽ ഡാഷ് ഇല്ല. 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ ഇല്ല. ഇതോടുകൂടി നമ്മുടെ പാഠങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.